ഇനി നമ്മൾ 22ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 22ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അതൊരു ചോദ്യമാണ്. ഈ ഫോർ സം ആൽഫ ബീറ്റ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 8 ആൻഡ് സീക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കൊസീക് സ്ക്വയർ കോട്ട് ഇൻവേഴ്സ് ബീറ്റ ഈക്വൽ ടു 36 അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. വഴി ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മക്കളെ ഇവിടെ നോക്കിയേ, സീക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ആൽഫ. സി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നുള്ള രീതിയിൽ എഴുതാം. ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താണ്? ടാൻ ഇൻവേഴ്സ് ആൽഫ. സോ നമുക്ക് ആ രീതിയിൽ എഴുതാം. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ, ഇവിടെ തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് ആൽഫയാണ് അല്ലെ. ദെൻ പ്ലസ് ഇവിടെ എന്താണ് നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ അല്ലെ, 1 പ്ലസ് കോട്ട് സ്ക്വയർ ദെൻ കോട്ട് ഇൻവേഴ്സ് ബീറ്റ ഈക്വൽ ടു 36. സോ ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫ വരും. ഇവിടെ ടാൻ സ്ക്വയർ ആയതുകൊണ്ട് അത് ആൽഫ സ്ക്വയർ വരും. സോ 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 36 വരും. സോ ഇവിടുന്ന് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്ക് എത്ര കിട്ടും? 34 എന്ന് കിട്ടും. ദെൻ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 8 എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുന്നു. സോ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു നമുക്ക് 64 എന്ന് വരും. സോ ഇവിടുന്ന് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 64 മൈനസ് 34 വരും. സോ ഇവിടുന്ന് ആൽഫ ബീറ്റയുടെ വാല്യൂ നമുക്ക് 15 കിട്ടും. സോ ആൽഫ ബീറ്റ 8ഉം ആൽഫ ഇൻറ്റു ബീറ്റ 15. അപ്പൊ എന്ത് കിട്ടും വാല്യൂ? നമുക്കറിയാം ഇവിടെ ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞത്. സോ നമുക്കിവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ 5ഉം ബീറ്റ 3ഉം ആയിരിക്കും കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ആണ് നമുക്ക് വേണ്ടത്. സോ 25 പ്ലസ് 3 നമുക്ക് 28 എന്ന് കിട്ടും. സോ 28 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി?